നമസ്കാരം. അമിത്ഷാ എന്ന തന്ത്രശാലിയായ കപ്പിത്താന് ആഭ്യന്തരമന്ത്രി സ്ഥാനവും BJP അധ്യക്ഷ സ്ഥാനവും ഒരേ സമയം വഹിച്ച സമ്മർദ്ദമുണ്ടായപ്പോൾ ഉയർന്നു കേട്ട പേരാണ് ജഗത് പ്രകാശ് നദ്ദ എന്ന JP നദ്ദ. അമിത്ഷായുടെ കീഴിൽ ട്രെയിനിങ്ങിലായിരുന്നു BJP വർക്കിംഗ് പ്രസിഡന്റായ JP നദ്ദ എന്ന് പറയാം. ഈ ട്രെയിനിങ് പൂർത്തിയാക്കിയാണ് നദ്ദ പൂർണ്ണമായും BJPയുടെ കപ്പിത്താന്റെ വേഷമെടുത്തണിഞ്ഞത്. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ കാലാവധി തീരുന്നതോടെ BJP പുതിയ ദേശീയ അധ്യക്ഷനെ തേടുകയാണ്. ആരായിരിക്കും BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ എന്നതാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത്. ഇനി അതിനുള്ള സമയമാണ്. ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ കാലാവധി അവസാനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാലാവധി 2024 ജൂൺ വരെ നീട്ടിയെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് സർക്കാരിനുള്ളിൽ സുപ്രധാന ചില ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി, രാജ്യസഭാ നേതാവ് എന്നിങ്ങനെ സുപ്രധാന ചുമതലകൾ ഉള്ളതിനാൽ ദേശീയ അധ്യക്ഷൻ എന്ന വലിയ ചുമതല കൂടി വഹിക്കാൻ അദ്ദേഹത്തിന്റെ സമയം നിർബന്ധിതമാകും. ഇതേ തുടർന്നാണ് പുതിയ അധ്യക്ഷനെ തേടി BJP ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഈ വർഷം ഡിസംബറോട് കൂടി പുതിയ ദേശീയ അധ്യക്ഷനെ നിയമിക്കാനാണ് BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടപടികൾ ഓഗസ്റ്റ് മുതൽ ആരംഭിക്കാനാണ് BJP ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി ജില്ലാ സംസ്ഥാന ഘടകങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾക്കൊപ്പം സമഗ്രമായ അംഗത്വയജ്ഞവും നടക്കുന്നുണ്ട്. പുതിയ BJP ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ ഓഗസ്റ്റ് 1 ആരംഭിക്കുകയാണ്. തുടക്കത്തിൽ സെപ്റ്റംബർ 15 വരെ നീളുന്ന മെമ്പർഷിപ്പ് ഡ്രൈവ് ആരംഭിക്കുന്നു. തുടർന്ന് സെപ്റ്റംബർ 16 മുതൽ സെപ്റ്റംബർ 30 വരെ സജീവ അംഗത്വ ക്യാമ്പയിൻ നടക്കും. ഒക്ടോബർ 15 സജീവ അംഗത്വ പരിശോധനയും നടത്തും. BJP പാർട്ടി ഭരണഘടനാ പ്രകാരം ഓരോ അംഗത്വവും 9 വർഷം കൂടുമ്പോൾ പുതുക്കേണ്ടതുണ്ട്. ഈ വർഷം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രധാനമന്ത്രി, പാർട്ടി അധ്യക്ഷൻ, എല്ലാ പാർട്ടി നേതാക്കളും അവരുടെ അംഗത്വം പുതുക്കേണ്ടതുണ്ട്. നവംബർ 1 മുതൽ നവംബർ 15 വരെ BJP മണ്ഡലം പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പും നടക്കും. തുടർന്ന് നവംബർ 16 മുതൽ നവംബർ 30 വരെ ജില്ലാ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും നടക്കും. അങ്ങനെ വരുമ്പോൾ കേരളത്തിലടക്കമുള്ള നേതൃനിരയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. മണ്ഡലം, ജില്ലാ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെയും കേന്ദ്ര കൗൺസിൽ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുമെന്നാണ് BJPക്കുള്ളിലെ വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിന് ശേഷമേ സംസ്ഥാന അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കൂ. സംസ്ഥാന അധ്യക്ഷന്മാർക്കായുള്ള തിരഞ്ഞെടുപ്പ് നടപടികൾ ഡിസംബർ 1 ആരംഭിക്കുകയാണ്. 50% സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള ഔദ്യോഗിക നടപടികൾ ആരംഭിക്കും. ഈ ചിട്ടയായതും ഘട്ടം ഘട്ടമായതുമുള്ള സമീപനം BJPയുടെ സംഘടനാ ഘടനാ ശക്തവും നേതൃമാറ്റത്തിന് സജ്ജവുമാണെന്ന് ഉറപ്പാക്കുന്നതാണ്. ഭാവിയിലെ രാഷ്ട്രീയ വെല്ലുവിളികൾക്കും അവസരങ്ങൾക്കും തയ്യാറെടുക്കുന്ന പാർട്ടിക്ക് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സമുന്നതന്മാരായ ശക്തന്മാരായ നേതാക്കന്മാരെയാണ് BJP തേടുന്നത്. രാജ്യസഭയിലെ സഭാ നേതാവായി നദ്ദയെ നിയമിച്ചതും ശ്രദ്ധേയമാണ്. ഗുജറാത്തിൽ നിന്ന് രാജ്യസഭാ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട നദ്ദ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മോദി 3.0 മന്ത്രിസഭയിൽ ആരോഗ്യം, രാസവസ്തുക്കൾ, വളം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ ദേശീയ അധ്യക്ഷനായി ഒരു അധികായകനെ BJP തേടുന്നത്.